ഹൈലൈൻ പോളോ ഹൈലൈൻ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, AC തന്നെ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. നല്ല വണ്ടി. ഇതൊന്ന് നോക്കിയേ, പുതിയ വണ്ടി കിടന്നാൽ ഇങ്ങനെ കിടക്കും. അതേ കണക്കുള്ള വണ്ടി. അത് 45 രൂപയ്ക്ക് കൊടുക്കാം. 45,000 രൂപ. വാഗണർ ഓട്ടോമാറ്റിക് VXI ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. കിലോമീറ്റർ 135, വില 135. കിലോമീറ്റർ ഇപ്പൊ 150 ആയിരുന്നെങ്കിൽ വില 150 ആയന. 2030 വരെ പേപ്പർ ഉണ്ട്. ഡീസലാണ്, ഡീസൽ വണ്ടി. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാൻ ഈഞ്ചവള യൂസർ കാർസിലാണ്. നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സലീമേട്ടാണ് വീട്ടിലെ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വണ്ടികളുടെ 2 പ്രാവശ്യമായിട്ട് കാണിക്കുകയാണ്. കാരണം ഒരു എപ്പിസോഡ് നിൽക്കില്ല, ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ച് 2ആയിട്ട് കാണിക്കുകയാണ്. അപ്പം ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം കല്ലമ്പലം തട്ടുപാലത്താണ് നമ്മുടെ സലീമേട്ടൻ. അത്യാവശ്യം മാക്സിമം വിലക്കുറവിൽ ഇപ്രാവശ്യം ഓഫർ സെയിൽ വിറ്റ് തീർക്കുകയാണ്. മാക്സിമം വണ്ടിയിൽ വിറ്റ് തീർത്ത് പുള്ളി നല്ല ഗ്യാരണ്ടിയിൽ എല്ലാ വണ്ടിയും കൊടുക്കുന്നുണ്ട്. സലീമേട്ടൻ പിന്നെ തന്നെ വിശേഷം? നമ്മൾ സുഖം നന്നായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നേരെ ഞാനോ 2013 വണ്ടി 28 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. രണ്ടാമത്തെ ഓണർ, 56,000 കിലോമീറ്റർ. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. താണ്ട ഈ ബോഡിയിലൊക്കെ ഉള്ള ചെറിയ ഞണക്കുകള് അല്ലേ, അതൊക്കെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഉണ്ട്, നല്ല ടയർ വണ്ടി, ടോട്ടലി നല്ല വണ്ടി കേട്ടോ. ബോണറ്റിനകത്ത് എല്ലാ നാനോക്കും ഉള്ളതുപോലെ ചെറുതായിട്ടുള്ള തുരുമ്പുകളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നുമില്ല. നല്ല വണ്ടി. അപ്പൊ ഞാൻ അത് 45 രൂപയ്ക്ക് കൊടുക്കാം. 45,000 രൂപ. നാനോ 45 രൂപയ്ക്ക് കൊടുക്കാം. 2010 സിംഗിൾ ഓണർ മാരുതിയാണ്. 2-3 വീഡിയോ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആൾക്കാർ വന്നാൽ ഇത് വെളിയിൽ ഇറക്കാൻ തന്നെ പാടെഴുതി പറഞ്ഞു വിടാറൊക്കെ അത്രയും അകത്ത് കിടക്കുന്നേ, ഏറ്റവും പുറകെ കിടക്കുന്നത്. അതൊരു മെയിൻ വിഷയമാണ്. ഇവിടെ സ്ഥലക്കുറവായതുകൊണ്ടേ ഇത് സിംഗിൾ ഓണർ മാരുതിയാണ്. 2010 ഈ മാരുതിയുടെ കിലോമീറ്ററും കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇത് ഒന്നും ഓടിയാലും തിരിഞ്ഞു വരും. അപ്പൊ ഇത് ഏതൊക്കെയാലും കിലോമീറ്റർ കാര്യം വിട്. എഞ്ചിൻ നല്ല എഞ്ചിൻ, ടയറെല്ലാം കൊള്ളാം. ഇപ്പൊ റീടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളു. 2030 അവസാനം വരെ പേപ്പറുണ്ട്. അത് 31 അറിയില്ല. 30 അവസാനം വരെ പേപ്പറുണ്ട്. ഫസ്റ്റ് ഓണർ. വിലയെന്ന് പറയുന്നത് 80 രൂപ ആയാലും കൊടുക്കാം. 80,000 രൂപ. 5 വർഷം പേപ്പറുള്ള സിംഗിൾ ഓണർ വണ്ടി. മാരുതിയൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ മാരുതി എടുക്കും. അവർക്ക് വേണ്ടിയുള്ള നല്ലൊരു വണ്ടി കേട്ടോ. ഒരുപാട് പണികൾ ചെയ്തായിരുന്നു. സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. 1,04,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 4 ഓടി അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നല്ല കളറും അല്ലേ? നല്ല കളറും. നല്ല വണ്ടി. 1,04,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഫസ്റ്റ് ഓണർ വണ്ടി. മോഡൽ ഏതാ? 2014 VDI. 14 VDI. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഇവിടെ കിടക്കുന്ന ഒരു വണ്ടികളിലും ആക്സിഡന്റ് അങ്ങനെ ഉള്ളതില്ല. പിന്നെ എന്തെങ്കിലും മൈന്യൂട്ടുകളായ എന്തെങ്കിലും വിഷയങ്ങളല്ല ആക്സിഡന്റ് ആയിട്ട് കൂട്ടുന്നത്. മെയിൻ ഭാഗങ്ങളിലൊന്നും ഒരു കംപ്ലൈന്റ് ഉള്ള വണ്ടികളില്ല. അങ്ങനെ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ അത് പറഞ്ഞേ തരൂ. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഫോർവേഡ് പവർ, AC പോസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. വില എന്ന് പറയുമ്പോൾ 375 ഡീസൽ സ്വിഫ്റ്റ് ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ സിംഗിൾ ഓണർ വണ്ടി 375 വില കേട്ടോ. സലീമേട്ടൻ നെക്സ്റ്റ് സ്വിഫ്റ്റ് VDI ഡീസൽ വണ്ടി. 2010 2030 വരെ പേപ്പർ ഉണ്ട്. ഡീസലാണ്, ഡീസൽ വണ്ടി. നല്ല വണ്ടി, അത്യാവശ്യം തീരെ കുറഞ്ഞ നല്ല എഞ്ചിനൊക്കെ ഗ്യാരണ്ടി ഉള്ള, ഗിയർ ഗ്യാരണ്ടി ഉള്ള, പാച്ച് വർക്കില്ല, പെയിന്റിംഗ് ഇല്ല. ബമ്പറിന്റെ അവിടെ ഒരു ചെറുതായിട്ട് പെയിന്റ് പോയിരിക്കുന്നു കണ്ടായിരുന്നു. ആ ഒരു ചെറിയൊരു സ്പോട്ട്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലീൻ ആണ്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. അലോയ്സ് ഒക്കെ ഉണ്ട്. ടയർ എല്ലാം ആവറേജ് ടയർ ഉണ്ട്. എവിടെയാ പെയിന്റ് പോയെന്ന് പറഞ്ഞേ? ബാക്ക് മൂലയില് ബാക്കിലാണ്. ചെറിയൊരു സ്ക്രൂ വാങ്ങാണ്ടെന്നാണെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഒരു കൊച്ചൊരു ടച്ചപ്പ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതത്രേ ഉള്ളു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഒരു പ്രശ്നമല്ല. അപ്പൊ ഓണർഷിപ്പ് കുറച്ചായതാണ്. വിലയെന്ന് പറയുമ്പോൾ 1,75 കൊടുക്കാം. 1,75 2030 വരെ പേപ്പറുള്ള VDI സ്വിഫ്റ്റ് 135 കിലോമീറ്റർ ഓടിയ വണ്ടി കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് പോളോ പുതിയ കിറ്റ് കയറ്റിയതാണ്. ഫ്രണ്ട് ആണ്ട് ഈ ഷേപ്പല്ല, ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. 13 വണ്ടി. ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി. 2013 1,10,000 കിലോമീറ്റർ, തേർഡ് ഓണറും. ഡീസലാണോ പെട്രോളാണോ? ഡീസൽ ഏറ്റവും കൂടിയത് ഹൈലൈൻ. പോളോ ഹൈലൈൻ
മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. മേജർ കഴിഞ്ഞില്ലേ? ആ, കമ്പനിയിൽ മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തേർഡ് ഓണറാണ്. ടയർ ആവറേജ് കണ്ടീഷനാണ്. ആക്സിഡന്റ് വണ്ടി അല്ല. ഓക്കെ. ടയർ മാത്രമാണ് ആവറേജ്, ബാക്കി ഒന്നും ആവറേജ് അല്ല. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വണ്ടി, കാണാനും നല്ല ലുക്കുള്ള വണ്ടി, ടോപ്പിന്റെ വണ്ടി. ആ, അതെ 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 അതെ. അപ്പൊ ഹൈലൈൻ പോൾ എത്ര കൊടുക്കാം ഡീസൽ? ഇത് 2,55,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു വണ്ടിക്കും ബാർഗെയിനിങ് ഇല്ല. ഫൈനൽ വിലയാണ്. ഓക്കെ. ഏറ്റവും കുറഞ്ഞ വിലയാണ്. നല്ല വണ്ടി കേട്ടോ. SX4 ZXi ZDi ഡീസൽ വണ്ടി, ZDi ഡീസൽ വണ്ടി. ഈ ആഴ്ച റീടെസ്റ്റ് കഴിഞ്ഞ് 2011, 2031 വരെ പേപ്പർ ക്ലിയർ. 31 വരെ പേപ്പർ ക്ലിയർ. പിന്നെ നല്ല മൈലേജ്, നല്ല വണ്ടി, ഓടിക്കാനൊക്കെ സുഖമുണ്ട്. എഞ്ചിനൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. എഞ്ചിന് ഗിയറൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ പരിഹരിക്കാത്ത വിഷയങ്ങൾ ചാനലിൽ കംപ്ലൈന്റ് ചെയ്യണം. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല വണ്ടി, അന്നത്തെ ടോപ്പിന്റെ വണ്ടി. എയർ ബാഗ് കാര്യങ്ങളെല്ലാം നല്ല പൈസ വരുന്നുണ്ട്. നമ്മൾ ഈ 12 ഒക്കെ തന്നെ 2.25 രൂപയ്ക്കാണ് റീടെസ്റ്റ് കഴിയാത്ത 12 കൊടുത്തിട്ടുള്ളത്. ഇത് 1.65 റീടെസ്റ്റ് 2031 വരെ ഉണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി, പഴയ വണ്ടിയാണ്. എത്ര ക്വാളിറ്റി എന്ന് പറഞ്ഞാലും പഴയത് ഈ പ്രായത്തിന് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. പ്രായം വെച്ച് നോക്കുമ്പോഴാണ് എല്ലാ വണ്ടികളും അങ്ങനെയാണ്. ആ പ്രായം വെച്ച് നോക്കുമ്പോഴുള്ള ക്വാളിറ്റിയാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 60 വയസ്സാറിന് 20 വയസ്സ് ആക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ക്വാളിറ്റിയിൽ നല്ല വണ്ടികളാണ്. ഞാൻ അത്യാവശ്യം നല്ലവണ്ണം നോക്കി എടുത്തിട്ടുണ്ട്. അതേ നമ്മളെ കൊണ്ട് പറ്റും. ഒരു പക്ഷേ നമ്മളെ കയ്യിൽ പെടാത്തൊക്കെ വരാറുണ്ട്. അത് വന്നാൽ പരിഹരിക്കും. ആരും എടുത്തോണ്ട് പോയി വിഷമിക്കണ്ട, എന്നെ വിളിച്ചാൽ മതി, പരിഹരിക്കും. 1.65. നെക്സ്റ്റ് വാഗണാർ ഓട്ടോമാറ്റിക് VXi ഫസ്റ്റ് ഓണർ, സിംഗിൾ ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 1.38 ഓടിയിട്ടുണ്ട്. ടയർ എല്ലാം പുത്തൻ ടയർ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, സ്ക്രാച്ച് ഇല്ല, ഡെന്റ് ഇല്ല, ഒന്നുമില്ല. സസ്പെൻഷൻ, ഗിയർ എല്ലാം നല്ലത്. 2018 മോഡൽ. ഓണർഷിപ്പ് കിലോമീറ്റർ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 1.38. ആക്സിഡന്റ് ഇല്ല. 4 പുത്തൻ ടയർ. ഡെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. 3.5 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. 3.5 രൂപ. 2018 സിംഗിൾ ഓണർ വണ്ടി, 3.5 രൂപ. ഓക്കെ. വാഗണാർ LXi വണ്ടിയാണ്. പുതുപുത്തൻ വണ്ടി കണക്കിരിക്കും. ഇത് സെക്കൻഡ് ഓണർ, 75,000 കിലോമീറ്ററുമാണ്. മോഡൽ ഏതാ? നല്ല 2007 LXi. 1 വർഷം 1.5 വർഷത്തോളം പേപ്പർ ഉണ്ട്. വണ്ടി ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. സീറ്റ് കാര്യങ്ങൾ ചെയ്ത് വണ്ടി ഇന്ത്യയിലെ കൊള്ളാം, കുഴപ്പമില്ല, വൃത്തിയായിരിപ്പുണ്ട്. AC വർക്കിംഗ് ആണല്ലോ കേട്ടോ. AC തന്നെ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. നല്ല വണ്ടി. ഇതൊന്ന് നോക്കിയേ, പുതിയ വണ്ടി കിടന്നാൽ ഇങ്ങനെ കിടക്കും. അതേ കണക്കുള്ള വണ്ടി. 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു ടയർ മാത്രം മോശമുണ്ട്, ബാക്കിയെല്ലാം നല്ല ടയർ. എനിക്കൊന്ന് സ്റ്റെപ്പിന് ചിലപ്പോൾ നല്ല ടയർ ആയിരിക്കും, നോക്കിയിട്ടില്ല. ഏതെങ്കിലും വണ്ടി നല്ല വണ്ടി. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഇല്ലാത്ത 2009 വാഗണാർ, 2008-9 വാഗണാർ, 29 വരെ പേപ്പറുള്ള വണ്ടി കിടപ്പുണ്ട്. അതിനും 1.10 ഉള്ളു വില. നല്ല വണ്ടി. ഇതിനും 1.10. 2009 1.10. എടുക്കുന്നതാണ് കൊടുക്കുന്നതിന്റെ മാനദണ്ഡം കേട്ടോ. എടുക്കുന്ന വിലയാണ് ഏത് വണ്ടിയായാലും കൊടുക്കുന്നതിന്റെ മാനദണ്ഡം, അല്ലാതെ മറ്റ് വേറെ വിഷയം ഒന്നുമല്ല. ചിലപ്പോ ഇനി അനുസരിച്ച് അതാണ് കൊടുക്കുന്നത്, അല്ലാതെ അതൊന്നുമല്ല. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ 2009 VXi ഡിസയർ ആണ്. പെട്രോൾ ആണ് കേട്ടോ. 29 പേപ്പർ വണ്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി. ഭയങ്കര ക്വാളിറ്റി ഒന്നും പറയാല്ല. അതാണ്ട് പെയിന്റ് അങ്ങുഞ്ഞും പോയിട്ടുള്ളതാണ്. ക്വാളിറ്റി കുറവൊന്നും. ചെറിയൊരു പൊരിച്ചിലുണ്ട്. ഈ ബമ്പറിൽ ഇവിടെ കാണിച്ച് അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ടച്ചപ്പ് ചെയ്താൽ മതി, അല്ലാതെ മെക്കാനിക്കലി ഒന്നും കുഴപ്പമില്ല. എഞ്ചിന് കുഴപ്പമില്ല. ടയറെല്ലാം ആവറേജ് കൂടുതലുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി. 2009 പെട്രോൾ VXi ആണ്. നമുക്ക് വില ഇതിന്റെ കിലോമീറ്റർ 1.35, വിലയും 1.35. കിലോമീറ്റർ 1.35, വിലയും 1.35. കിലോമീറ്റർ ഇപ്പൊ 1.50 ആയിരുന്നെങ്കിൽ വിലയും 1.50 ആയന. കിലോമീറ്റർ കുറെ വില പറയും. അപ്പൊ ഇത് കിലോമീറ്റർ 1.35, വില 1.35 കേട്ടാ. അതൊക്കെ കുറഞ്ഞ വിലയാണ്. അത്യാവശ്യം 2009 ഡിസയർ അൾട്ടോയുടെ വിലയുള്ളു. ഓക്കെ. അപ്പൊ സലീമേട്ട അടുത്ത വണ്ടി സ്വിഫ്റ്റ് VXi പെട്രോള്. 2005-30 വരെ പേപ്പർ ഉണ്ട്. 5 വണ്ടി 30 വരെ പേപ്പർ.
ഇതിന് മാജിക് പ്രൈസ് ആണ്. ഓണർഷിപ്പ് കൂടുന്നതനുസരിച്ചാണ് ഇതിന്റെ വിലയും കൂടുന്നത്. വണ്ടി ആൾക്കാർ ഉപയോഗിച്ച് എല്ലാരും ഈ വണ്ടിയിൽ പണിയും, ഈ മേടിക്കുന്ന ഓണർമാരെല്ലാം പണിയും. അങ്ങനെ ഓണർഷിപ്പ് കൂടുന്ന വണ്ടികളെല്ലാം നല്ല വണ്ടികളായിരിക്കും. വൈൻ പോലെയാണല്ലേ, അതുപോലെ ആയത്. ഓണർഷിപ്പ് എത്രയാണ് കൂടി കേട്ടോ. ഇതിപ്പോ ശരി, വണ്ടി കണ്ടീഷൻ നീറ്റായിട്ട് അത് പറയണ്ട. വണ്ടിക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതിന് ഞാനാണ് ഗ്യാരണ്ടി. ഓക്കെ, ഓണർഷിപ്പ് കൂടിയതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിയുടെ വിലയും കൂടിയത്. അതുകൊണ്ട് മാത്രം ഇത് 1.25 കൊടുക്കാം. നല്ല വണ്ടി. ടയർ മാത്രമേ ഒരു സ്വപ്പച്ചേ കുറവുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി, ഗ്യാരണ്ടി എക്സ്ട്രാ ആണ്. 1.25 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 2030 വരെ പേപ്പറുണ്ട്. VXI ആണ്. എല്ലാ സംഭവം പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ശരി കേട്ടോ. ഓക്കെ സാർ, നമ്മുടെ നെക്സ്റ്റ് റെനോൾട്ട് ലോഡ്ജ് നമ്മുടെ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടായിരുന്നല്ലേ നന്ദകുമാർ റെനോൾട്ട് ലോഡ്ജ്. ഇവിടെ കിടക്കുന്നതിലൊക്കെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓണർ 85,000 കിലോമീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആണ്. ഇത്രയും കുറഞ്ഞ വിലയ്ക്കൊന്നും ഒരു കാലത്തും ഇങ്ങനെ ഒരു വണ്ടി കിട്ടത്തില്ല. ഡീസലല്ലേ? ഇത് ഒരു 7 സീറ്റർ വണ്ടി, ഡീസലാണ്, സ്റ്റെപ്പ് ആണ്, ഏറ്റവും കൂടിയ വണ്ടിയാണ്. ഇത് സ്റ്റെപ്പ് ആണല്ലേ. ഇത്രയും പൈസയൊന്നും എനിക്ക് ഡെഡായിട്ട് ഇടാൻ ഇല്ലാത്തത് കാരണം ഈ വണ്ടി 4 രൂപ ഇട്ടാലും കൊടുക്കും. 4 രൂപ? 4 രൂപ ആയാലും കൊടുക്കും. ബാർഗനിങ്ങോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത വിലയാണ്. ഹൈ ക്വാളിറ്റി ആണ് വണ്ടി. സ്റ്റെപ്പ് ആണ്, ഏറ്റവും കൂടിയതാണ്, നല്ല മൈലേജ് ആണ്. 4 പുത്തൻ ടയർ, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഇതിന്റെ വില എങ്ങനെയാ വരുന്നത്? 4 രൂപ ആയാലും കൊടുക്കാം. 80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, 4 പുതിയ ടയർ, നല്ല ക്വാളിറ്റി ബോഡി, ഇന്റീരിയർ, ഔട്ട് എല്ലാം കൊള്ളാം, ക്ലിയർ ആണ്. 4 രൂപ ആയാലും കൊടുക്കാം കേട്ടോ. അത്രയും പൈസ ഡെഡായിട്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ലോഡ്ജ് റൊണാൾഡോ ലോഡ്ജ് 2016. ഓക്കെ, ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. മറ്റേ ലോഡ്ജ് ഡീസലായിരുന്നു, ഇതും ഡീസൽ തന്നെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? 1.35 കിലോമീറ്ററും തേർഡ് ഓണറും. തേർഡ് ഓണർഷിപ്പ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നമില്ല. 3.10 ആയാലും കൊടുക്കാൻ പറ്റും. 3,10,000 രൂപ. ഓക്കെ, ഇതും ഇത് 2 വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്. വണ്ടി ഒരു കുഴപ്പമില്ല. എടുത്തുകൊണ്ട് പോയി ടാക്സിയോ മറ്റു കാര്യങ്ങളോ ഓടാനുള്ളവർക്ക് ഓടാം. 7 സീറ്റാണ് ഇത്. 7 സീറ്റർ ഇന്നോവയൊക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര പൈസയാവും. അത്രയൊന്നും ആവത്തില്ല, അതിനെക്കാട്ടി മൈലേജ് ഉണ്ട്. എല്ലാണ്ട് ടയറെല്ലാം നല്ല ടയർ. 3.10 കൊടുക്കാം. ഇതെല്ലാം കുറച്ച് കൊടുക്കുന്നതാണ്. ഒരുപാട് വണ്ടികളും കുറച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. 2008 ഇന്ത്യക്കാണ്. പത്തനംതിട്ടന്ന് ഓടി വന്ന് ഞാൻ ഇവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആക്രി കൊടുത്താലും ഗ്യാരണ്ടി എഞ്ചിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് പത്തനംതിട്ടന്ന് ഓടി വന്ന വണ്ടിയാണ്. AC കംപ്ലൈന്റ് ആണെന്ന്. ആക്രി കൊടുത്താൽ 40 രൂപ കിട്ടും. ഞാൻ ഇത് 35 രൂപ ഇട്ടാലും കൊടുക്കും. ആക്രി കൊടുത്താൽ 40 രൂപ കിട്ടും. പക്ഷേ ഇത് ഏതെങ്കിലും ഭാഗങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ 5 രൂപ കുറച്ച് കൊടുക്കും. വരുന്നവരൊക്കെ ഈ വളരെ നിവൃത്തിയില്ലാത്തൊരു ഭാഗങ്ങളൊക്കെ ആദ്യത്തെ ആഗ്രഹത്തിന് വേണ്ടി വരുന്നുണ്ട്. അവരൊന്നും ഇന്ത്യക്ക് വന്ന് എടുക്കരുത്. മറ്റേ ഇന്ത്യയെ കുറിച്ച് അറിയാവുന്നവർ മാത്രമേ എടുക്കാവൂ. പക്ഷെ ഇതിലൊന്നും വരാനൊന്നുമില്ല. എന്നാലും ഒത്തിരി നല്ല വണ്ടികൾ എടുക്കുന്നതായിരിക്കും ആദ്യമായിട്ടൊക്കെ എടുക്കുന്നവർക്ക് നല്ലത്. ആദ്യമായിട്ട് പൈസ വെപ്പിച്ചുകൊണ്ട് ഒന്ന് ഇങ്ങനെ വില കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കൊക്കെ എടുത്താൽ ഇതെന്നും ചിലപ്പോൾ പൈസയൊക്കെ ചിലവാക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് അതൊരു വണ്ടി വെറുക്കും. മാത്രം എടുക്കാം. ഇന്ത്യയെ കുറിച്ച് അറിയാവുന്നവർക്ക് എടുക്കാം. എഞ്ചിനൊന്നും കുഴപ്പമില്ല, ടയറൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇത്തിരി എന്താ പറയുന്നത്, നമ്മളൊക്കെ ഇത്തിരി ഒന്ന് അകന്നൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെയുള്ള കംപ്ലൈന്റ്. കഴിഞ്ഞ എടുത്താൽ നല്ല വണ്ടി, ആവറേജ് ക്വാളിറ്റി. ഇത് തുടയ്ക്കാതെ ഇപ്പം 1 മാസത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു. പത്തനംതിട്ടന്ന് കൊണ്ടുവന്ന് വേറൊരു വണ്ടി മേടിച്ച് എന്നിട്ട് ഇത് തന്നതാണ്. എക്സ്ചേഞ്ച് ആയിരുന്നു. അപ്പം ഞാൻ ഈ സൈഡിലോട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പക്ഷേ ഇനി ഒരു ആവശ്യം ഭാവിയിൽ മറ്റു വണ്ടിയൊക്കെ അങ്ങനെ വരണമെങ്കിൽ ഇളക്കി എടുക്കാമല്ലോ. ഇതുവരെ ഒന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് 35 രൂപയ്ക്ക് കൊടുക്കാം. SX4 2007 പെട്രോൾ വണ്ടി. 1-2 പ്രാവശ്യം കാണിച്ച വണ്ടിയാണ്. ഇത് നിലവിലെ കണ്ടീഷനിൽ ഒരു 88 രൂപ ആയാലും കൊടുക്കാം. ഇതൊക്കെ ആരൊക്കെയോ ഗൾഫിൽ നിന്നൊക്കെ ഇപ്പം വന്ന് എടുക്കാന്നൊക്കെ പറഞ്ഞ് അഡ്വാൻസ് അയച്ചതൊക്കെ പറഞ്ഞ് എന്തായാലും ആരെന്നറിയില്ല. കുറേ വണ്ടികൾ അങ്ങനെയുണ്ട്. ഏതൊക്കെയാലും ഇനി 88 രൂപ ആയാലും കൊടുക്കാം. ഇൻഷുറൻസ് ഇല്ല. നിലവിലൊക്കെ നല്ല ഓടിക്കാൻ, നല്ല പുതിയ വണ്ടി ഓടിക്കുന്ന പോലെ ഇരിക്കും. സ്റ്റോപ്പ് ലൈറ്റ് പൊട്ടിയിരിപ്പുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി. 1 വർഷത്തിൽ കൂടുതൽ പേപ്പറുണ്ട്. ഒരു 88 രൂപ ആയാലും കൊടുക്കാം കേട്ടോ. നല്ല വണ്ടി. ശരി.